ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് ഇപ്പോൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ വീടുകളിൽ പഴയ സാധനങ്ങൾ ഇങ്ങനെ പൂഴ്ത്തി വെക്കുന്ന ഒരു സ്വഭാവത്തെ പറ്റിയാണ്. അതായത് നമ്മളൊന്നും കൊടുക്കില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളും നമ്മളിങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ സ്വഭാവത്തെ പറ്റി, അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ടു ബി ഓണസ്റ്റ്, ഞാനും ഒരു കാലം വരെ ഞാനും വളരെ കുഞ്ഞിലൊക്കെ ആയിരുന്നപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നേച്ചർ. ലൈക്ക് ഞാൻ ഉപയോഗിച്ച സൈക്കിൾ എനിക്കിങ്ങനെ ആർക്കും കൊടുക്കാൻ തോന്നില്ലായിരുന്നു. ഞാൻ ഉപയോഗിച്ച ഡ്രസ്സ് അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് കൊടുക്കാൻ തോന്നും. ഡ്രസ്സിന് അത്രയില്ല. ഡ്രസ്സ് ഇപ്പം ഞാൻ ഉപയോഗിക്കാത്തതാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. പക്ഷെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് അങ്ങനെ അല്ല. എന്നാലും ഇങ്ങനെ ലൈക്ക് ഞാൻ ആദ്യം എൻ്റെ കുഞ്ഞിലെയുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് സ്പെസിഫിക്കലി എനിക്ക് അങ്ങനെയൊക്കെ സൈക്കിളൊക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്ന. സൈക്കിള് അത് കൊടുക്കാനൊക്കെ, അത് മാക്സിമം വീണ്ടും അതിങ്ങനെ വെച്ച് സൂക്ഷിക്കണം എന്നൊക്കെ, അത് പറ്റുന്നിടത്തോളം ഉപയോഗിക്കണം, സൂക്ഷിച്ചു വെക്കണം, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിരുന്നു. ബട്ട് ഓവർ ദ ടൈം അതൊക്കെ ഞാൻ ഹാവ് ചേഞ്ച്ഡ്, ഐ ഹാവ് ഇവോൾവ്ഡ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബേസിസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോഴും വീടുകളിൽ നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു പുതിയൊരു ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, മനുഷ്യർ പുതിയ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ പഴയ ഫ്രിഡ്ജ് കൊള്ളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ പുതിയ ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, പുതിയ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ പഴയ ഫ്രിഡ്ജ് ഒന്നുകിൽ നമ്മൾ ആർക്കെങ്കിലും വിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട്. പഴയ ഫ്രിഡ്ജ് കൊടുത്തിട്ട് പുതിയ ഫ്രിഡ്ജ് മേടിക്കുക. അപ്പോൾ അത് ചെറിയ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ ചെയ്യുക. അല്ലെങ്കിൽ സ്ക്രാപ്പായിട്ട് കൊടുക്കും. അതിന് വർക്ക് ചെയ്യണേ ഇല്ല, അപ്പോൾ പിന്നെ സ്ക്രാപ്പായിട്ട് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ട്. അതായത് പുതിയ ഫ്രിഡ്ജ് മേടിക്കുമ്പോഴും പഴയ ഫ്രിഡ്ജ് വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. പഴയ ഫ്രിഡ്ജും ഉപയോഗിക്കാം. അവർ പറയുന്ന അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ഭയങ്കരമായ തിയറീസ് ഒക്കെയാണ് ഇതിന്. അവർ പറയണേ, പഴയ ഫ്രിഡ്ജിൽ നമുക്ക് എന്താ പറയാ, പുതിയ ഫ്രിഡ്ജിൽ കൊള്ളാത്ത സാധനങ്ങൾ നമുക്ക് പഴയ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. ഇതൊക്കെ വിയർഡ് തിയറീസ് അല്ലേ. അങ്ങനെ അതേപോലെ പുതിയ TV മേടിക്കുമ്പോഴും ഇതേപോലെ തന്നെ പഴയ TV അവിടെ വെക്കും. പുതിയ സ്കൂട്ടർ മേടിക്കുമ്പോഴും പഴയ സ്കൂട്ടർ വീട്ടിൽ വെക്കും. പുതിയ ബൈക്ക് മേടിക്കുമ്പോഴും പഴയ ബൈക്ക് വീട്ടിൽ വെക്കും. പുതിയ കാർ മേടിക്കുമ്പോഴും പഴയ കാർ വീട്ടിൽ വെക്കും. ഇപ്പം വിന്റേജ് കാർ കളക്ഷൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ലൈക്ക് അല്ലെങ്കിൽ പഴയ സ്കൂട്ടറുകളുടെ കളക്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ്. അതെന്ന് പറഞ്ഞാൽ അതൊരു ഹോബി അങ്ങനെയൊക്കെ ഉള്ളു. അതല്ല, ഇതിങ്ങനെ വെച്ച് തുരുമ്പിപ്പിച്ച് കളഞ്ഞാലേ ഇവർക്ക് സമാധാനമാവുള്ളൂ. അങ്ങനെ വീട് നിറയെ സാധനങ്ങളായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വീട്ടിൽ കഴിവതും കുറച്ച് സാധനങ്ങൾ വെക്കുക. അപ്പോൾ വീട്ടിൽ കുറെ സ്പേസ് ഉണ്ടാവും. വീട്ടിൽ കഴിവതും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വെക്കുക. അനാവശ്യമായ കാര്യങ്ങൾ കഴിവതും കളയുക, ഡിസ്പോസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ പിള്ളേരുടെ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവരുടെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് ചെറുതാവും. ഞാനത് കൊടുക്കും. ഇവിടെ ഞാൻ ന്യൂസിലൻഡിലാണ്. അപ്പം ന്യൂസിലൻഡിൽ ഒരു സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരു ഷോപ്പാണത്. അവിടെ നമുക്ക് പഴയ സാധനങ്ങളൊക്കെ, നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. ഒരുപാട് ചീത്തയായിട്ടുള്ളതൊന്നും കൊടുക്കരുത്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം. വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം. നമുക്ക് അവർ പൈസയും തിരിച്ചു തരില്ല, പക്ഷെ നമുക്കത് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അവർ ചെയ്യുന്നത്, അത് ഡ്രസ്സസ് ആണെങ്കിൽ അവർ വാഷ് ചെയ്ത് നല്ല ഗുഡ് കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ അവരത് ആ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പം പുതിയ ഡ്രസ്സൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്, യൂസ്ഡ് ഡ്രസ്സസൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വന്നത് മേടിക്കാം. വളരെ നിസ്സാരമായ പൈസയ്ക്ക് അത് മേടിക്കാം. ഡ്രസ്സസ് ഒന്നും ഒരിക്കലും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ്, അല്ലേ? റീയൂസ് ചെയ്യാനേ പറ്റുള്ളൂ, റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല മിക്കപ്പോഴും ഡ്രസ്സുകൾ. അപ്പോൾ അങ്ങനെ പൂഴ്ത്തി വെക്കുന്നതിനെ പറ്റിയാണ് ഞാനീ പറയണത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതങ്ങനെ ചെയ്യാതിരിക്കുക. അത് നിർത്തുക.
2 ഫ്രിഡ്ജുണ്ട്, ഒരു ഫ്രിഡ്ജിന്റെ ആവശ്യം വീട്ടിലുള്ളതിലും ഇറ്റ്സ് ഓക്കെ, കൊടുക്കുക. വീട്ടിൽ നിന്ന് അത് കാലിയാക്കുക. വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കും തോറും നമുക്ക് ക്ലീനിങ് ചെയ്യാനും ബുദ്ധിമുട്ടാകും. വീട്ടിൽ അത്രയും പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് വീടിന്റെ ഭംഗി തന്നെ കളയും. അതുകൊണ്ട് ദയവ് ചെയ്ത് മാറുക. ഇങ്ങനെ ഒരു സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ മാറാൻ ശ്രമിക്കുക. അത് പാടാണ് ഒറ്റയടിക്ക് മാറാനായിട്ട്, പക്ഷെ പയ്യെ പയ്യെ ആണെങ്കിലും അത് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവും. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കും, നമ്മളുടെ മനസ്സ് തന്നെ ഒന്നൊരു ലൈറ്റ് ആവും, വീടൊന്ന് ഭംഗിയാവും, ഓക്കെ ആവും. വേറൊന്നും പറയാനില്ല. അങ്ങനെ ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ സ്വഭാവമുള്ളവർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.